ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ TimeBreaks. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടാങ്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് മുന്നേ തന്നെ നമുക്ക് കുറേ നാളായി ഇപ്പോൾ കണ്ടിട്ടൊക്കെ. അപ്പോൾ ഏകദേശം ഒരു മാസത്തിന് മേലെയും ഞങ്ങൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര സ്പീഡാണെന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അത് പതുക്കനെ ആക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയ്ക്ക് നേരെ കിടക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചാക്ക് എടുക്കണം. അതിനുശേഷം അതിൻ്റെ അറ്റഭാഗങ്ങൾ നമുക്ക് കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ കിട്ടും. സിമെൻ്റ് എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര തന്നെ സിമെൻ്റ് എടുക്കണം. ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ക്വാണ്ടിറ്റിയിലാണ് ഞങ്ങൾ സിമെൻ്റ് എടുക്കുന്നത്. അതിനുശേഷം പിന്നെ വേറെ ആവശ്യമുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് സിമെൻ്റാണ്. അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് വൈറ്റ് സിമെൻറ്റ്. അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും സ്ട്രോങ് ആയിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണം അത്രത്തോളം വെള്ളം നമ്മൾ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കപ്പിലായിട്ട് എടുത്തു വയ്ക്കുക. പിന്നെ അധികം മിക്സ് ചെയ്യുമ്പോൾ വെള്ളം അധികം ഒഴിക്കാൻ പാടില്ല. ആവശ്യത്തിനുള്ള ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള മാത്രം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. പിന്നെ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെ എൻ്റെ ഗ്ലൗസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു മരത്തിൻ്റെ പീസ് എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്ലൗസ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൈ യൂസ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിമെൻറ്റ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചാക്ക് എടുത്ത് നമ്മളുടെ സിമെൻറ്റിൽ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ ഒട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് അതിൽ തേച്ച് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് തേക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പൊള്ളലൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഞാൻ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല. കുറച്ച് കട്ട് ചെയ്താണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറിംഗ് ആവും ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ. കുറച്ചൊരു 15 മിനിറ്റൊക്കെ വരും തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുഴി കുഴിച്ചിട്ട് അതിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. എത്രത്തോളം വലുപ്പത്തിലാണ് നിങ്ങൾ ആ ഷീറ്റ് എടുക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾ കുഴി ഇതാക്കേണ്ടത്. ഞങ്ങളിപ്പോൾ കുഴി കുഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. അത് ഭയങ്കര ടൈം ലാഗായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഞങ്ങൾ ഷീറ്റ് വയ്ക്കുന്നത് കാണിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കുഴിച്ചിട്ടുള്ള കുഴിയിലേക്ക് ഷീറ്റ് ഡയറക്റ്റായിട്ട് ഇറക്കി വയ്ക്കുക. എന്നിട്ട് പതുക്കനെ അതിൻ്റെ ഡൗൺവേർഡ്സിലേക്ക് കൊണ്ടുവരിക. ഡയറക്റ്റായിട്ട് അമർത്താണ്ട് പതുക്കനെ അമർത്തുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റിൽ നിറച്ച് മണ്ണാകും അടിയിൽ. പിന്നെ നമുക്കത് എടുക്കാൻ പറ്റുന്നതല്ല. എടുത്താൽ ആ മണ്ണ് ഒട്ടിപ്പിടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പതുക്കനെ വേണം ചെയ്യണമെങ്കിൽ. എല്ലാ ഭാഗവും ശരിയാക്കി വെക്കുക. എന്താണെന്ന് വെച്ചാൽ സിമെൻറ്റ് പിന്നെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ശരിയാക്കാൻ പറ്റിയെന്ന് വരില്ല, കട്ടിയാവും. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളുടെ ചാക്ക് നമ്മൾ എല്ലാ ഭാഗവും ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഓടൊക്കെ അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. സിമെൻറ്റ് അടിയിൽ ഞങ്ങൾ തേച്ചിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ അത് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ഭാഗങ്ങൾ നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൈഡിൽ ഓട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഓട് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടികയായാലും വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഡെക്കറേറ്റിംഗ് ആയിട്ട് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കിലൊക്കെ. അതിനുശേഷം നമ്മളൊരു ബക്കറ്റ് യൂസ് ചെയ്ത് പതുക്കനെ വെള്ളം നമ്മൾ ടാങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 3 ബക്കറ്റെങ്കിലും വെള്ളം ഒഴിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നിറയുകയുള്ളൂ. പിന്നെ ഓവറായിട്ട് നിങ്ങൾ നിറയ്ക്കാൻ പാടില്ല. അത് ചിലപ്പോൾ പുറത്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചാൽ മതി. ഞങ്ങളുടെ ഒരു ബക്കറ്റ് ഒഴിച്ചു കഴിഞ്ഞു. ഇനി 2 ബക്കറ്റും കൂടി ഞങ്ങൾക്ക് ഒഴിക്കണം.
അതിനുശേഷം നിങ്ങൾ മീനെ എടുക്കുക. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് സാരി വാലിനെയും ഗപ്പീനെയുമാണ്. അതിനുശേഷം നിങ്ങൾ ടാങ്കിൽ കൊഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളം കുറച്ച് കലങ്ങിയിട്ടുള്ള പോലെ. അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുന്നതാണ്. ഇപ്പോൾ ചെടികളും ഇപ്പോൾ വെള്ളമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ മീനുകളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് നമ്മളെ മീനുകളൊക്കെ എന്ത് ഉഷാറായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.